ഹായ്, എസ്റ്റൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് എക്സ്ട്രാ അഫെയർ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് വിഷമം ഉണ്ടാവുന്നത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയ കൂടി ഉണ്ടാവില്ല. അതായത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ലൈഫ് ആകെപ്പാടെ സ്പോയിലായി പോയല്ലോ, ചുമ്മാ ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പോയി. അപ്പോൾ ഞാനാണെങ്കിൽ വളരെയധികം ജെന്യുവൻ ആയിട്ടാണ് നിന്നത്, പക്ഷെ ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന നേരിടേണ്ടി വരും എന്നുള്ളത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ആവും ചിന്തിക്കേണ്ടാവുക എന്നുള്ളതാണ്. സോ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളാണെങ്കിലും മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്ട്രാ അഫെയർ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളത് ചിലപ്പോൾ കയ്യോടെ പൊക്കിയിട്ടുണ്ടാവും, എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ മറ്റാരെങ്കിലും വഴി അത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ആവശ്യമുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ഇങ്ങനെ പ്രണയിക്കുന്നവരും ഇതേപോലെ ചീറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഒരേ സമയം രണ്ടുപേരെയൊക്കെ സ്നേഹിക്കുന്ന 2-3 ആളുകളൊക്കെ സ്നേഹിക്കുന്ന കുറേ പേരെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള ഈ ഒരു സമൂഹത്തിൽ നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ല, ചിലപ്പോൾ ചില സാഹചര്യവശാൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചേക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് അനുഭവിക്കുന്ന ആളുകൾ കൂടി ഉണ്ടായിരിക്കാം. സോ നിങ്ങളിത് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആണ്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഇത്തരം ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്നിട്ട് അതേപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞതാണ്, അവർക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അത് അങ്ങനെ നടന്നു കഴിഞ്ഞ കാര്യമാണ്, ഇനി അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചിലപ്പോൾ പലരും തളർന്നു പോകുന്നുണ്ടാവുക. കാരണം നമ്മൾ അത്രയധികം വിശ്വസിച്ചിട്ടുള്ള ആ ഒരു പേഴ്സൺ ആണ് ഇപ്പൊ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെ കഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിൽ പോലും നിങ്ങളത് സ്വയം അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി കൂടിയിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരാൾ അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൂടി മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയം നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളത് കൂടി നിങ്ങളത് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, അങ്ങനെ അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അംഗീകരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും ദേഷ്യം വന്നേക്കാം. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അങ്ങനെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ എന്നെ പറ്റിക്കായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇനി മുതൽ ആ ഒരു ആരെയാണോ അവർ സ്നേഹിക്കുന്നത് ആ ഒരാളിനെ കണ്ടുപോകരുത്, അവരോട് സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും പരസ്പരം കാണും എന്നുള്ളതാണ്. അവർക്ക് കാണാനുള്ള ആഗ്രഹം കൂടുതലായിട്ട് വരും. നമ്മൾ അവരോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു കൂട്ടിനുള്ളിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത്, അത് ചെയ്യാനാണ് അവർക്ക് തോന്നുക. നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ അവർക്ക് വീണ്ടും വീണ്ടും ആ ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു, ഓക്കെ ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് ക്ഷമിച്ചു വിടുക എന്നുള്ളതാണ്. ഒരു ക്ഷമ അവർക്ക് കൊടുക്കുക, അവരോടത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഓക്കെ ഇതിങ്ങനെ സംഭവിച്ചു, ശരി സാരല്ല, അത് വിട്ടേക്കാം എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. നിങ്ങളും അത് ക്ഷമിക്കാൻ തയ്യാറാവുക. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ വേറൊരാളെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഒരു കാരണമായിട്ട് വന്നേക്കാം. നമ്മൾ പൂർണ്ണമായിട്ടും ഓക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും മറ്റൊരാളിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ സംസാരിച്ചതിലോ അല്ലെങ്കിൽ നിങ്ങൾ പെരുമാറിയ ഏതെങ്കിലും രീതിയൊക്കെ മോശമായത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിച്ച് വിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങൾ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായേക്കുമെങ്കിലും ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാവുക, അവരോട് അത് ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റൊരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള കാരണം എന്താണ്, അങ്ങനെ പോകാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, മീൻസ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്തും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്നുള്ളതാണ്. ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട്
ഒരിക്കലും അവർ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങളോട് പറയില്ല. അപ്പോൾ നിങ്ങൾ സൗമ്യമായ രീതിയിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു ഫ്രണ്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അവരോട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും അങ്ങനെയല്ല. നമ്മൾ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയാനുള്ള സാധ്യത കുറവാണ്. കാരണം പേടിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറയില്ല. പറഞ്ഞാൽ പ്രശ്നമാകുമോ, ഇപ്പൊ തന്നെ ആള് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ദേഷ്യമാവുമെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും പറയാൻ മനസ്സ് കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ദേഷ്യം കാണിക്കേണ്ട, നിങ്ങൾ കൂളായിട്ട് തന്നെ അവരോട് കാര്യം നോർമലായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിക്കരുത്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾ ആ റിലേഷൻഷിപ്പുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി ചോദിച്ചറിയുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അത് വിട്ടേക്കാം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു വാല്യൂവും ഇഷ്ടവും കൂടാനുള്ള സാധ്യതയുണ്ട്. അത് സംശയം എന്നല്ല, കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും വലിയ തെറ്റാണ് ചെയ്തത്, അത് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവർ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവരെന്നെ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ പ്രത്യേകിച്ച് വഴക്കൊന്നും പറയുന്നില്ല, എൻ്റെ തെറ്റ് ഇപ്പോഴും അത് ക്ഷമിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുക നിങ്ങൾ അത്രയും വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. സോ നിങ്ങളോട് റെസ്പെക്ട് കൂടുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് വരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ കൂടെ എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാനാണ് സാധ്യതയുള്ളത്. എങ്കിൽ കൂടി നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ ഒരാളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ, അതല്ലെങ്കിൽ ഞാനുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ അവർ തീരുമാനങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്, എന്ത് വേണം എന്നുള്ളത്. ചിലപ്പോൾ എന്തായാലും അവരുടെ മനസ്സിലുള്ള ചിന്ത പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ അവരെന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. ചില ആളുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും തീരെ സഹിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനതിനെ നിർബന്ധിക്കില്ല. അല്ലാത്ത ആളുകളാണ് ചെറിയ രീതിയിലുള്ള അങ്ങനെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ട്, അതായത് പാർട്ട്ണറുടെ എക്സ്ട്രാ അഫെയർ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് മാരേജ് കഴിയാത്ത ആളുകൾ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് മാരേജ് കഴിഞ്ഞ ആളുകളെ ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ക്ലയൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് കരഞ്ഞിട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ എൻ്റെ പാർട്ട്ണർക്ക് മറ്റൊരാളെ ഇഷ്ടമുണ്ട്, അത് ഞാൻ അവർ മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും ഒക്കെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് കരയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ വിഷമം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരം ഒരു വലിയൊരു ഇഷ്യൂ തന്നെ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ വേണം. അതായത് ഈ റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ പൂർണ്ണമായിട്ടും എനിക്ക് അവരെ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരണം, അവരുടെ മുഴുവൻ സ്നേഹവും എനിക്ക് കിട്ടണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു തേർഡ് പേഴ്സൺ ഇല്ലാതാവാനും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. അതിനുള്ള പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വേണം, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സോൾവ് ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്